ഹൈ ടു ഓൾ. നമ്മുടെ LP UP എക്സാമിനേഷൻ ജൂലൈ മാസം 6-ാം തീയതി, അതുകൂടാതെ തന്നെ 20-ാം തീയതിയായിട്ട് പരീക്ഷ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും എനിക്കറിയാം പരീക്ഷയുടെ ഓട്ടത്തിലും അതുമാത്രമല്ല പരീക്ഷയുടെ ആ ഒരു പ്രിപ്പറേഷന്റെ തിരക്കിലാണ് നിങ്ങൾ ഓരോരുത്തരും. ഒരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. അതായത് നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ ഈ സമയം നിങ്ങൾ അമിതമായ രീതിയിൽ ടെൻഷനോ മറ്റു ഭയമോ ഉള്ളിൽ വെക്കാണ്ട് വളരെ ഈസി ആയിട്ടും റിലാക്സ് ആയ രീതിയിൽ നിങ്ങളുടെ പഠിത്തം അല്ലെങ്കിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഏറ്റവും അനിവാര്യമായ ഒന്നെന്ന് പറയുന്നത്. അല്ലാതെ ഈ ലാസ്റ്റ് മൊമെന്റിൽ ഞാനൊന്നും തീർത്തില്ല, ഇനി എനിക്ക് കുറെ കിടക്കുന്നു എന്നിങ്ങനെയുള്ള അമിതമായ ടെൻഷനുകൾ നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഒഴിവാക്കിയ ശേഷം തുച്ഛമായ സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ സമയത്തെ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ പറ്റി മാത്രം നിങ്ങൾ ചിന്തിക്കണം. അതായത് ഇപ്പം നമുക്ക് ഉള്ള സിലബസിലുള്ള ഓരോ വിഷയങ്ങളും ഇനി ഏതൊക്കെ ഭാഗങ്ങൾ തീരാനുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരു ടൈം ടേബിൾ പോലെ അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്ത ശേഷം ഓരോ ഭാഗങ്ങള്, അതായത് നമ്മൾ അങ്ങ് ഒരുപാട് ഡീപ്പായിട്ട് ഇറങ്ങിപ്പോകാനുള്ള സമയമില്ല. എന്നിരുന്നാലും കുറച്ച് സിമ്പിൾ ആയിട്ടും ക്ലിയറും ആയിട്ട് നമുക്ക് ആ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന കണ്ടന്റുകൾ പഠിച്ചു വെക്കുക. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്കൊരു അവെയർ കിട്ടും. അതിനേക്കാൾ ഉപരി സൈക്കോളജിയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് പല തിയറികളും ഡീപ്പായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ ഈ തിയറികളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇനി കുറച്ച് സമയമുള്ളൂ. നിങ്ങളിൽ ഓരോരുത്തരും ആലോചിക്കുന്നത് ഈ തുച്ഛമായ സമയം കൊണ്ട് ഞാൻ ഇത് എങ്ങനെ പഠിച്ചു തീർക്കും. ഡോണ്ട് വറി, നമുക്ക് കുറച്ച് സമയം മതി. ഈ കുറച്ച് സമയം കൊണ്ട് നമ്മളൊന്ന് നമ്മുടെ മൈൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ടൈമിനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും മാക്സിമം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവൽ ഓഫ് അച്ചീവ്മെന്റിൽ നമുക്ക് എത്തിച്ചേരാൻ. ഇനിയുള്ള സമയത്തെ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക. ഇനിയുള്ള ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഫോക്കസ്ഡ് ആവുക. നമുക്ക് പഠിക്കണം, പഠിച്ചു മുന്നേറണം. LP UPയിലെ മുൻ റാങ്കുകളിൽ തന്നെ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരണം, ഉറപ്പായിരിക്കണം. റാങ്ക് അപ്പ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിനെ ഫോളോ ചെയ്യുന്നവർ സ്പെഷ്യലി ഞാൻ പറയാണ്, സൈക്കോളജി സബ്ജക്റ്റിൽ നിങ്ങൾ പിറകോട്ടായി പോകരുത്. ഉറപ്പായിട്ട് നിങ്ങൾ അതിലുള്ള മാർക്കുകൾ പൂർണ്ണമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി അത് നേടാനായിട്ട് ശ്രമിക്കുക തന്നെ വേണം. എനിവേ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്ക് അപ്പ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗം NCF ആയിരുന്നു. NCF KCF എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മളിപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. NCF പകുതി ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ തുടർ ഭാഗത്തിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. NCF എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 5 മേഖലകളിലാണ് NCF യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 5 മേഖലകൾ എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 5 മേഖലകളിൽ NCF ഉപയോഗിക്കുന്നു. ഒന്നാമത്തെ മേഖല ഭാഷാ പഠനം. ഏതാണ്? ഭാഷാ പഠനം. 2 ശാസ്ത്ര വിഷയങ്ങൾ. ഭാഷാ പഠനം, ശാസ്ത്ര വിഷയങ്ങൾ. സാമൂഹിക ശാസ്ത്രം. 3 സാമൂഹിക ശാസ്ത്രം. 4 ഗണിതശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾ. 5 മറ്റ് പ്രധാന മേഖലകൾ. അപ്പൊ ഈ ഓരോ വിഷയങ്ങൾക്കുള്ളിലും എന്താണ് വരുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഭാഷാ പഠനമാണ്. ഭാഷാ പഠനത്തിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം ത്രിഭാഷാ പദ്ധതിയാണ്. ത്രിലാംഗ്വേജ് ഫോമുലയെ പറ്റിയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം പഠിക്കേണ്ടത് മാതൃഭാഷ, രണ്ടാമത് പ്രാദേശിക ഭാഷ, മൂന്നാമത് മോഡേൺ ലാംഗ്വേജ് എന്ന വിധത്തിലാണ് നമ്മുടെ ത്രിലാംഗ്വേജ് ഫോമുല എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. രണ്ടാമത്തെ പ്രധാന മേഖല എന്ന് പറഞ്ഞാൽ ശാസ്ത്ര വിഷയങ്ങളാണ്. ശാസ്ത്ര വിഷയങ്ങളിൽ കൈവരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഇതില് രണ്ടാമത്തെ ശാസ്ത്രപരമായ വിഷയങ്ങൾ, അതിൽ വരുന്ന മേഖലകൾ എന്ന് പറയുന്നത് ചരിത്രപരമായ സാധുത, പാരിസ്ഥിതികപരമായ സാധുത, നൈതികപരമായ സാധുത, ജ്ഞാനപരമായ അറിവുകള്, ഘടനാപരമായ സാധുതകള് മുതലായവയാണ് ശാസ്ത്ര വിഷയങ്ങളിൽ വരുന്ന മേഖലകളിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം സാമൂഹ്യ ശാസ്ത്ര വിഷയം. സാമൂഹ്യ ശാസ്ത്ര വിഷയത്തിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ സ്ത്രീപക്ഷ കാഴ്ചപ്പാട്, സ്ത്രീപക്ഷമായിട്ടുള്ള കാഴ്ചപ്പാട്. അതുകൂടാതെ തന്നെ സമൂഹത്തില് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന സ്വതന്ത്രവും വിമർശനാത്മകവുമായിട്ടുള്ള ചിന്താഗതികള്, മനുഷ്യ അവകാശങ്ങളുടെ സംരക്ഷണം മുതലായ കാര്യങ്ങളാണ് സാമൂഹ്യ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ, ഗണിതശാസ്ത്ര സംബന്ധമായിട്ടുള്ള വിഷയം. ഗണിതശാസ്ത്ര വിഷയങ്ങളിൽ പ്രധാനമായിട്ട് പറയുന്നത് കുട്ടികളിൽ ആത്മവിശ്വാസം ജനിപ്പിക്കണം. ഗണിതശാസ്ത്ര വിഷയത്തിൽ പറയുന്നത് ഗണിതത്തെ കൂടുതൽ ആസ്വദിക്കണം. ഗണിതത്തെ കൂടുതൽ ആസ്വദിക്കുകയും അതുകൂടാതെ തന്നെ ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധിയായിട്ട് ഗണിതശാസ്ത്ര വിഷയങ്ങളെ കൈക്കലാക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ ആശയവിനിമയത്തിലും വർത്തമാനകാല ജീവിതങ്ങളിലും ഓരോ അനുഭവങ്ങളിലും ഗണിതശാസ്ത്ര വിഷയങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തണം. അതോടൊപ്പം
കുട്ടികളിലെ ആത്മവിശ്വാസം വളർത്താനായിട്ട് ഗണിതശാസ്ത്ര വിഷയങ്ങൾ, അതായത് ആത്മവിശ്വാസം വളർത്തുന്നതിനും ഈ വിഷയങ്ങൾ സഹായകമായി മാറുമെന്നാണ് ഗണിതശാസ്ത്ര സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് വരുന്ന പോർഷൻ ആണ് മറ്റു പ്രധാന മേഖലകൾ. അതിൽ പറയുന്നത് കലാകായികമായിട്ടുള്ള പഠനങ്ങൾ, എന്താണ് ഈ കമ്പ്യൂട്ടർ പഠനം, കലാകായികമായിട്ടുള്ള പഠനങ്ങൾ, സമാധാനത്തിനുള്ള വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം, ഈ മേഖലകളെല്ലാം വരുന്ന ഒരു ഏരിയ ആണ് മറ്റ് പ്രധാന മേഖലകൾ എന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, NCF-ന്റെ 5 മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 ഭാഷാ പഠനം, 2 ശാസ്ത്രം, 3 സാമൂഹ്യ ശാസ്ത്രം, 4 ഗണിതശാസ്ത്രം, 5 മറ്റു പ്രധാന മേഖലകൾ. 2007 KCF എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2005 പുറത്തിറങ്ങിയ NCF-നെ അടിസ്ഥാനമാക്കിയാണ് 2007 KCF നിലവിൽ വരുന്നത്. എന്താണ് 2005 പുറത്തിറങ്ങിയ NCF-നെ അടിസ്ഥാനമാക്കിയാണ് 2007 KCF വരുന്നത്. 2007 വന്ന KCF-ന്റെ പരിമിതികളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് 2013 ആര് വന്നത്? 2013 KCF നിലവിൽ വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. 2007 പാഠ്യപദ്ധതി ചട്ടക്കൂട് ലക്ഷ്യം നേടുന്നതിന് അനുയോജ്യമായ പഠന രീതികൾ അല്ല സ്വീകരിച്ചിരുന്നത്. പ്രശ്നമിതമായതിനാൽ പാഠപുസ്തകത്തിന് തുടർച്ചയില്ലായിരുന്നു. അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കംപ്ലീറ്റ് അല്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ അതിനൊരു കണ്ടിന്യൂഷൻ വേണം. ഈ കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ടെക്സ്റ്റുകളിൽ ഇല്ലായിരുന്നു. അതുകൂടാതെ ടെക്സ്റ്റ് ബുക്കുകൾ ഒന്നും തന്നെ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ സമ്പൂർണ്ണമല്ലായിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളിലെ കായികമായിട്ടുള്ള വിദ്യാഭ്യാസം എന്നീ പരിപാടികൾക്ക് ഒന്നും തന്നെ 2007 KCF യാതൊരുവിധ പ്രാധാന്യവും നൽകിയിരുന്നില്ല. എന്നാൽ നമ്മൾ NCF പഠിച്ചിരുന്നപ്പോൾ എന്താ പറഞ്ഞിരുന്നത്? NCF കുട്ടികളിലെ കലാകായികമായിട്ടുള്ള എല്ലാ കഴിവുകളുടെയും വികാസത്തിന് നല്ലൊരു വേദി ഒരുക്കി കൊടുത്തതാണ് NCF എന്നാണ് പറഞ്ഞത്. NCF-ൽ നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ ശേഷികളും പഠന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പഠനേതര പ്രവർത്തനങ്ങളിലുള്ള മികവ് പ്രകടിപ്പിക്കാനുള്ള എല്ലാവിധ പ്ലാറ്റ്ഫോമുകളും NCF കൊടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം KCF-ൽ നിന്ന് നമുക്ക് വേണ്ട വിധത്തിലുള്ള യാതൊരുവിധ വളർച്ചകളോ നേട്ടങ്ങളോ ഒന്നും തന്നെ നമുക്ക് 2007 നിന്ന് കാണാൻ സാധിച്ചില്ല എന്നാണ് ഇവിടെ പറയുന്നത്. 2007 KCF കേരളം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹികമായ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 8 വിഷയങ്ങളായി അവയെ ക്രോഡീകരിക്കുകയുണ്ടായി. ആ 8 മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മേഖലയാണ് വിശ്വമാനവ എന്ന കാഴ്ചപ്പാട് രൂപപ്പെടാത്ത അവസ്ഥ. വിശ്വമാനവ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ജനിക്കുന്നതിലൂടെ അയാൾ നമ്മുടെ ഈ യൂണിവേഴ്സിലെ ഒരു അംഗമായി മാറുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സൽ മെനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ജനനത്തിലൂടെ. ഗ്രാജുവലി സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന അവഗണനകൾ, ജാതിപരമായിട്ടും വംശീയപരമായിട്ടും നിറത്തിന്റെ പേരിലും മറ്റും ഉണ്ടാകുന്ന കളർ, കാസ്റ്റ്, ക്രീഡ്, സെക്സ് എന്നിവയുടെ പേരിൽ ഓരോ വിവേചനങ്ങളും ആ വ്യക്തി നേരിടേണ്ടതായിട്ട് വരും. എന്നാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ ഈ പറയുന്ന വിവേചനങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനും ഒരു മനുഷ്യനെ ഒരു യൂണിവേഴ്സൽ മെന്നായിട്ട് മാറ്റാൻ എഡ്യൂക്കേഷനെ കൊണ്ട് സാധിക്കും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് വിശ്വമാനവ എന്ന് പറയുന്നത്. എന്നാൽ ആ കാഴ്ചപ്പാട് രൂപപ്പെടാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. 2 നോക്കുക, അധ്വാനശേഷി വികസനത്തിന്റെ അഭാവം. 3 സാംസ്കാരിക തനിമയെക്കുറിച്ചും അതിന്റെ സ്വാതന്ത്ര്യ വികാസത്തെ കുറിച്ചുള്ള ധാരണ ശേഷിക്കുറവ്. അതായത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ഓരോ പൈതൃകമായിട്ടുണ്ടാകുന്ന ഓരോ സവിശേഷതകളെയും സംസ്കാരത്തിന്റെ ഓരോ വിശേഷങ്ങളെ പറ്റി നമുക്ക് യാതൊരുവിധ ധാരണയും ഇല്ലാത്ത ഒരു അവസ്ഥയെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കൃഷിയെ നമ്മൾ ഒരിക്കലും ഒരു സംസ്കാരമായിട്ട് കാണാത്തൊരു അവസ്ഥയാണിത്. അതുകൂടാതെ തന്നെ ശാസ്ത്രീയമായ പൊതുജനാരോഗ്യത്തിന്റെ അഭാവം. നമ്മൾ ഹെൽത്തിന്റെ ആണെങ്കിൽ ആരോഗ്യത്തിന്റെ കേസുകൾ മറ്റും നോക്കുകയാണെങ്കിൽ അതിലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള യാതൊരുവിധ ചിട്ടവട്ടങ്ങളും കാണാൻ സാധിക്കുന്നില്ല. ശാസ്ത്രീയമായ പൊതുജനാരോഗ്യത്തിന്റെ അഭാവം, അശാസ്ത്രീയമായ മാനേജ്മെന്റ്, സുസ്ഥിര വികസനത്തിൽ അധിഷ്ഠിതമായ വ്യവസായ നഗരവൽക്കരണ പ്രക്രിയയുടെ അഭാവം. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് റിസോഴ്സസുകൾ, നമുക്ക് പരിമിതമായ രീതിയിലുള്ള റിസോഴ്സുകളേ ഉള്ളൂ. ആ റിസോഴ്സിനെ അടുത്ത ജനറേഷനും യൂസ്ഫുൾ ആക്കുന്ന വിധത്തിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. കീപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല എന്നൊരു അവസ്ഥയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അടുത്ത് നോക്കാം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള അവഗണന. സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തെ നമ്മൾ പ്രത്യേകം മാറ്റി നിർത്തുക, അവരോട് അവഗണന കാണിക്കുക. ഈ പറഞ്ഞിട്ടുള്ള 8 കാര്യങ്ങളാണ് 2007 KCF പ്രധാനമായിട്ടും
സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള മേഖലകളിൽ കണ്ടെത്തി വന്നിട്ടുള്ള 8 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത് KCF 2013 ആണ്. അതിൽ ഒന്നാമത് പറയുന്ന പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് ആണ്. What is outcome based learning and what is the definition of outcome based learning? It is simply we can say that വേറെ ഒന്നുമില്ല outcome based learning എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തില് വിദ്യാഭ്യാസം പൂർത്തീകരിക്കുമ്പോൾ ഒരു കുട്ടി തന്റെ പഠന കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നേടി, അറിവിന്റെ ബേസിസിലാണെങ്കിലും ആക്ടിവിറ്റി ബേസിസിലാണെങ്കിലും സമ്പൂർണമായ രീതിയിൽ ഒരു കുട്ടിക്ക് എന്തെല്ലാം നേടാൻ സാധിച്ചു എന്നതിന്റെ റിസൾട്ടിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്കം ബേസ്ഡ് ലേണിംഗ് എന്നത്. രണ്ടാമത്തെ പോയിന്റ്, ആദ്യഘട്ടത്തിൽ 1, 3, 5, 7, 11 1, 3, 5, 7, 11 എന്നീ ക്ലാസുകൾക്കായി മാത്രം പാഠപുസ്തകങ്ങൾ ഒതുക്കി. ആദ്യഘട്ടത്തിൽ 1, 3, 5, 7, 11 എന്നീ ക്ലാസുകൾക്കായിട്ട് പാഠപുസ്തകം ഒതുക്കുകയുണ്ടായി. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മാതൃഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. കായിക വിദ്യാഭ്യാസം, ദുരന്ത നിവാരണം, ലൈംഗിക വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള പല കോൺസെപ്റ്റുകളും പാഠപുസ്തകത്തിലേക്ക് ഭക്ഷ്യസുരക്ഷ, നിയമ അധിഷ്ഠിതമായിട്ടുള്ള ബോധങ്ങള് മുതലായ കാര്യങ്ങളെ പാഠപുസ്തകത്തിലേക്ക് നേരിട്ട് നൽകുന്ന ഒരു രീതിയിലേക്ക് ആവിഷ്കരിക്കുകയുണ്ടായി. ഭാഷാ പഠനത്തില് ആശയഗ്രഹണത്തോടൊപ്പം തന്നെ ഭാഷാ പ്രകടനം എന്നിവയ്ക്കൊപ്പം തന്നെ എഴുത്ത്, വായന തുടങ്ങിയ ശേഷികൾ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ എഴുത്ത്, വായന എന്നീ ശേഷികൾക്കുള്ള പരിഗണന പ്രത്യേകം നൽകണമെന്ന് ശുപാർശ ചെയ്യുകയുണ്ടായി. അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു മാതൃകയാവുകയും വിദ്യാർത്ഥിനികളെ വാർത്തെടുക്കാനുമുള്ള ഒരു ശേഷി അല്ലെങ്കിൽ ഒരു സോഴ്സ് ആയിട്ട് അധ്യാപകർ മാറുക എന്നതായിരുന്നു KCF 2013 ശുപാർശ ചെയ്തത്. അതോടൊപ്പം തന്നെ 2013 KCF പറഞ്ഞ മറ്റൊരു പ്രധാനവും അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അധ്യാപക പരിശീലനം എന്ന് പറയുന്ന ഒരു സംഭവം, അധ്യാപകർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്, അധ്യാപക പരിശീലനം എന്ന് പറയുന്നത് വിദ്യാലയ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അധ്യാപക പരിശീലനം ഇനി മുതൽ നടത്തിയാൽ മതി എന്നുള്ള ഒരു ശുപാർശ 2013 KCF കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ ഈ പറഞ്ഞ പ്രധാനമായ വസ്തുതകളാണ് 2013 KCF-ഉമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ KCF 2013, KCF 2007, NCF 2005 എന്നീ മേഖലകൾ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. നമ്മുടെ ഈ ടോപ്പിക്ക് കവർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഈ ടോപ്പിക്കുകൾ മാക്സിമം ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇനി ഇതിൽ നിന്നൊരു സംശയം ഉണ്ടാകാനുള്ള ഒരു മേഖലകളില്ല. കാരണം ഏതൊക്കെ മേഖലകളിലാണ് NCF നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, KCF വരുന്നത്, KCF-ന്റെ ഓരോ ഇമ്പോർട്ടൻസ് ഓരോ വർഷങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. എനിവേ NCF, KCF എന്നത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ടോപ്പിക്കായിരുന്നു. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെ ടോപ്പിക്ക് തീർത്തിട്ടുണ്ട്. എനിവേ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇനിയുള്ള ക്ലാസ്സുകളുടെ അപ്ഡേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും മറ്റും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ക്ലാസ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.